പലതരത്തിലുള്ള പൊതുജനത്തിന്റെ പ്രതികരണം കേട്ടു. സമ്മിശ്ര പ്രതികരണമാണ് പലയിടങ്ങളിൽ നിന്ന് ഉയരുന്നത്. TV പ്രസാദ് കൂടി ചേരുന്നുണ്ട്. പ്രസാദ്, പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ്. പക്ഷേ എങ്കിൽ കൂടിയും ഇതൊരു വാഗ്ദാനമായി മുന്നോട്ട് വെച്ച സമയത്ത് ഓർഡിനറി ബസ്സുകളിൽ മാത്രം എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നില്ല UDF. അക്കാര്യം LDF വിമർശനമായി ഉന്നയിക്കുന്നതാണ്. മാത്രമല്ല, ഈ സർവീസുകളുടെ എണ്ണമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ മലബാറിൽ നിന്ന് VS രഞ്ജിത്തും മുബഷീറും ഒക്കെ വിശദാംശങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അവിടെയൊക്കെ വളരെ കുറവ് സർവീസുകളാണുള്ളത്. നേട്ടം എവിടെ കൂടുതലെന്ന് ചോദിക്കുമ്പോൾ അത് തിരുവനന്തപുരത്താണെന്ന് പറയേണ്ടി വരും കാര്യമായി ഉള്ളത്. അപ്പൊ പ്രസാദ്, ഈ പൊതുജനം സംസാരിക്കുന്ന കൂടി കേട്ടുവല്ലോ. അപ്പൊ എങ്ങനെയായിരിക്കും ഇനിയിപ്പോ പ്രതിപക്ഷം തന്നെയും അവരുടെ വിമർശനങ്ങൾ എന്തായാലും കൈവിടാൻ പോകുന്നില്ലല്ലോ അല്ലേ? റോഷ്നി, പൊതുവിൽ പ്രതിപക്ഷം ഇതിനെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ സൗജന്യ യാത്ര എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഒരു പദ്ധതി അത് എല്ലാ ഭാഗത്തുമുള്ള സ്ത്രീകൾക്ക് ഒരുപോലെ കിട്ടില്ല എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. നിലവിൽ പറയുമ്പോൾ സൗജന്യം അനുവദിച്ചു എന്ന് പറയാം. നേരത്തെ റോഷ്നി പറഞ്ഞതുപോലെ എന്തായാലും തിരുവനന്തപുരത്തുള്ള സ്ത്രീകൾക്കെല്ലാം ലോട്ടറി അടിച്ച സന്തോഷമുണ്ട്. അവർക്ക് ഏകദേശം എല്ലാ ഭാഗത്തേക്കും പോകാൻ പറ്റും. അങ്ങനെ പറയുമ്പോഴും നഗരത്തിൽ നമ്മൾ കാണുന്ന, ഇപ്പോൾ കണ്ടാൽ വിചാരിക്കും എല്ലാ ഇലക്ട്രിക് ബസ്സുകളിലും കയറി പോകാമെന്ന്. പക്ഷേ അതില്ല. ഓർഡിനറി ബസ്സുകൾ എണ്ണത്തിൽ നല്ല കുറവുണ്ട്. അതുപോലെ തന്നെ നഗരത്തിൽ നിന്ന് റൂറൽ മേഖലയിലേക്കൊക്കെ പോകുന്ന ബസ്സുകളിലും വലിയൊരു ശതമാനം ഫാസ്റ്റ് പാസഞ്ചറോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ ഉള്ളവയൊക്കെയാണ്. എന്തായാലും ഓർഡിനറികളുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിൽ പോലും തിരുവനന്തപുരം പോലെയുള്ള തെക്കൻ ജില്ലകളിൽ വലിയ ബുദ്ധിമുട്ട് വലിയ സ്ത്രീ യാത്രക്കാർക്ക് ഉണ്ടാകില്ല. അവരുടെ സൗജന്യത്തിനുണ്ടാകില്ല. അവർക്ക് യാത്ര ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും തിങ്കളാഴ്ച രാവിലെ മുതൽ തന്നെ ഏതാണ്ട് എല്ലാ സ്ത്രീകളും യാത്ര ചെയ്യുന്ന ഏതാണ്ട് എല്ലാ സ്ത്രീകളും അവരുടെ സൗജന്യ യാത്ര അവരുടെ ഒരു അവകാശം പോലെ ആയി ഏറ്റെടുത്ത് രാവിലെ തന്നെ ബസ്സുകളിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ എത്രത്തോളം ആളുകൾക്ക് രാവിലെ യാത്ര ചെയ്യാൻ കഴിയും എന്നുള്ളത് ഒരു പ്രശ്നമാണ്. പിന്നെ തിക്കിത്തിരക്കി പോകുന്ന സമയത്ത് ഇത്ര ആൾ മാത്രമേ കയറാൻ പാടുള്ളൂ എന്നൊരു നിബന്ധനയൊന്നും വെക്കാനും കഴിയില്ല. അതുകൊണ്ട് കൃത്യസമയത്ത് എത്തുക എന്നുള്ളതും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതിനുള്ളൊരു പ്രശ്നം റോഷ്നി, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് തുടങ്ങിയ മേഖലകളിൽ, പ്രത്യേകിച്ച് ഉൾനാടുകളിലേക്ക് ഒരൊറ്റ ഓർഡിനറി സർവീസ് പോലും ഇല്ലാത്ത ഒരുപാട് നാടുകളുണ്ട്. അവിടെയുള്ള സ്ത്രീകളിൽ ഭൂരിപക്ഷവും പേരും അവർ സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ചോ അതല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലൊക്കെ പോയിട്ടാണ് അവരുടെ തൊഴിൽ സ്ഥലത്തേക്ക് ഒക്കെയും എത്തുന്നത്. തിരുവനന്തപുരത്താണെങ്കിൽ ഈ പറഞ്ഞ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ എല്ലാ ആളുകൾക്കും ഈ ഒരു സൗജന്യം ഉപയോഗിക്കാൻ പറ്റുന്ന പാകത്തിൽ ആക്കണം എന്നുള്ളതാണ് ഭൂരിപക്ഷം സ്ത്രീകളുടെയും അഭിപ്രായം. ഇനിയിപ്പോൾ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ അറിയാം എന്താണ് കാര്യം എന്നുള്ളത്. 100 ദിവസത്തിനകം തുടർ പദ്ധതികളെക്കുറിച്ചുള്ള ആസൂത്രണം നടത്തും. അപ്പോഴേക്ക് മലബാർ ജില്ലകളിലടക്കം കൂടുതൽ ബസ്സുകൾ ഇടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതല്ല, ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം പോകുമോ എന്ന കാര്യവും അറിയില്ല. കണ്ടുതന്നെ അറിയണം റോഷ്നി എങ്ങനെയായിരിക്കും എന്നുള്ളത്. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ എന്തായാലും തിങ്കളാഴ്ചയോടുകൂടി ഈ പ്രിയദർശിനി പദ്ധതി കേരളത്തിലെ സ്ത്രീകളിലേക്ക് എത്തുകയാണ്. അതിൽ വളരെ പാവപ്പെട്ട സാധാരണക്കാരായ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും ഇത് ഗുണമാകും എന്നുള്ളതാണ് പദ്ധതിക്ക് അനുകൂലമായി വരുന്ന ഒരു ഘടകം.